ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇടായിരുന്നത്. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പുറത്തൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ തൃശ്ശൂർ ഏറ്റവും വലിയ മാൾ എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് മാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവാം എന്ന് കരുതി. എല്ലാ ഷോപ്സൊന്നും അവിടെ ഓപ്പൺ അല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ. നമ്മളെല്ലാവരും പറയണ കുറെ ആളുകൾ ഇങ്ങനെ പറയുണ്ടായിരുന്നു തൃശ്ശൂരത്തെ ഏറ്റവും വലിയ മാൾ എന്ന്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ മാള് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എത്തി ഏകദേശം. ഇതാണ് എൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാനായിട്ട്. പോവാം. ഇവിടെ കണ്ടോ, ചില ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കമ്മിങ് സൂൺ ആണ്, വന്നിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. ഇതൊക്കെ കുറച്ച് ദിവസം കൂടി മേ ബി കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ ഓപ്പൺ ആവുക. അപ്പം എല്ലാവരും ക്യൂരിയോസിറ്റിയിൽ ഇങ്ങോട്ട് വരുന്നതാണ്. അത്യാവശ്യം എന്താണ് സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്കിങ്ങനെ നടന്നിട്ട് കാര്യങ്ങൾ കാണാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇതും ഓപ്പൺ ആണ്, എല്ലാ ഷോപ്പും ഓപ്പൺ ആണ്. എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ടുള്ള ഷോപ്സ് മാത്രമാണ് തുറന്നിട്ടുള്ളൂ ഞാൻ നോക്കിയെടുത്തോളം. അതാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് ഷോപ്സുകളാണ്, കുറച്ച് കത്തിയുള്ള ഇതാണ്. പിന്നെ ഈസി ബൈയും പിന്നെ മാത്സും ഉള്ളത് കൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട. ഇതവിടുത്തെ ഏറ്റവും വലിയ ഹൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ട്രീ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പോയിട്ട് ഒന്ന് രണ്ട് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലണ്ടൻ ബസ് എന്ന് പറഞ്ഞിട്ടൊരു ബസ്. അവരിങ്ങനെ നമ്മൾ ചില മാൾസിൽ പോകുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന ഇതൊക്കെ ഇല്ലേ, എന്താ പറയുക, നമ്മുടെ ട്രെയിൻ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൽ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ക്യൂരിയോസിറ്റിയാണ് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അവർ കുറച്ച് പേര് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ പിങ്കുവിനും കയറണം തോന്നി അവളങ്ങനെ ഈ ബസ്സിൽ കയറിയിട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിലിങ്ങനെ കയറി. അപ്പോൾ അതിലൊന്ന് ചുറ്റിയിട്ട് വരട്ടെ. നമുക്കപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. ഓക്കേ. അപ്പോൾ ഇനി മുകളിലേക്ക് പോവാം. മുകളിലാണ് മാത്സിൻ്റെ ഇത് വരുന്നത്, ഷോപ്പ് വരുന്നത്. ഈ ഫ്ലോറ് ലേഡീസും ജെൻസും ആണ്. മുകളിലത്തെ ഫ്ലോറിൽ കിഡ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ലേഡീസും ജെൻസും ആണ്. അപ്പോൾ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പോയി നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാനൊന്നും അങ്ങനെ വാങ്ങിയില്ല, കാരണം ബിക്കോസ് എനിക്ക് ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പക്ഷെ ചേട്ടന് ഞാനൊരു ഷർട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട്. എല്ലാ ഡ്രസ്സസും ഒക്കെ നല്ലതാണ്. വേറെ ഇങ്ങനെ എന്താ പറയുക, നല്ല കളക്ഷൻസും അഫോർഡബിൾ റേറ്റും തന്നെയാണ്. പുറത്തെ അപേക്ഷിച്ചിട്ട് റേറ്റ്സ് ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. മാത്സിലായാലും അതുപോലെ തന്നെ ഈസി ബൈയിലായാലും റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തുറന്നതിൻ്റെ ഓഫറുകളാണോ എന്നറിയില്ല. എന്തായാലും പകുതിയും നല്ല വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസൊക്കെയാണ് കേട്ടോ. ഈ വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അങ്ങനെ ഉണ്ട്. ലേഡീസിൻ്റെ തന്നെ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല. നമുക്കങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു സ്പേസും കൂടി ഇല്ല. ആളുകൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഉത്സവത്തിന് പോയിട്ട് വരുന്ന പോലെയാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പം പക്ഷെ ഷോപ്സ് എന്ന് പറയാൻ വേറെ ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് ഷോപ്സ്, അതിലൊന്നും അത്ര തിരക്കില്ല കേട്ടോ. കൂടുതലും തിരക്ക് മാത്സിലും പിന്നെ ഈസി ബൈയിലും ഒക്കെയാണ് തിരക്ക്. പിന്നെ ഇനിയിപ്പോൾ മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ താഴെയായിട്ട്
നമ്മുടെ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ടോ. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ബർഗർ ഹട്ടിൽ പോയിട്ട് ബർഗർ കഴിച്ചു. ഇതെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക്കൽ ഷോ ആണ്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു വയലിൻ വെച്ചിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നമ്മുടെ ബാലഭാസ്കറിൻ്റെ ഒക്കെ പോലെ അത്രയും സ്വീറ്റായിട്ടാണ് ഞാൻ കേട്ടത്. അവിടെ കണ്ടില്ലേ, ഒരു പയ്യൻ ഈ ഒരു പാട്ടിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണേ. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തു. നല്ല രസമുണ്ട്. അവൻ ആ റിതത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ആരുടെ കുട്ടിയാണെന്നൊന്നും അറിയില്ല, അവരുടെ കൂടെ വന്നാണെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് അവൻ ആ ആസ്വദിക്കുന്ന കാണാനായിട്ട്. ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്നോമാനും പിന്നെ അവിടെയുള്ള ഗോൾഡ് മാനും പിന്നെ സാൻഡയും പിന്നെ മിക്കി മൗസ് കണ്ടില്ലേ, കുഞ്ഞി റെഡ് മിക്കി മൗസ്, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. കുട്ടികൾ അവരെ തൊടുകയും പിന്നെ എൻ്റെ ചെവിയിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല രസമുണ്ട്. ശരിക്കും മിക്കി മൗസ് എന്നാണോ പറയുക, ഇത് റാബിറ്റ് ആണോ, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും രസമുണ്ടായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒന്ന് കാഴ്ചയിലൊരു കുളിർമ കിട്ടാനും എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് സാൻഡയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, ഗോൾഡ് മാനിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പൊ അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇത് സൈഡിൽ കൂടി നടക്കും. അപ്പൊ ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാനായിട്ടുള്ള സമയമായിരുന്നു. കണ്ടില്ല, അതാണ് ഗോൾഡ് മാൻ. കണ്ട് ഫുള്ള് ഗോൾഡ് പോലെ ഇങ്ങനെ തിളങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ബോഡി ഫുള്ളൊരു ഗോൾഡൻ ആ ഒരു ലുക്കിലാണ്. ഫേസ് ഒക്കെ ഗോൾഡ് പോലെയൊക്കെ ആക്കിയിട്ടാണ് അവരിങ്ങനെ വന്നേക്കണേ. അപ്പൊ ഇതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്കാണ് അവർ കൊണ്ടുവന്നേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇവരിങ്ങനെ പോകുമ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് എടുത്ത വീഡിയോ ആണ്. എനിക്ക് വേറെ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം അത്ര തിരക്കായിരുന്നു. ഇങ്ങനെ ആളുകളൊക്കെ ഇവരുടെ ഒപ്പം കൂടിയൊക്കെ ആയിരുന്നു. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. സാൻഡനെയും മറ്റേ സ്നോമാനെയും പിന്നെ ഈ മിക്കിനെയും ഒക്കെ കാണാനായിട്ട്. ഞാൻ സാൻഡനോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇതാണ് ഗോൾഡ് മാൻ. നല്ല രസമില്ലേ ഗോൾഡ് മാനെ കാണാനായിട്ട്. അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ റീഡ് അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്യാനായിട്ടൊക്കെ നിന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ചേട്ടൻ എനിക്ക് ആ ഒരു വീഡിയോ എടുത്തു തന്നതാണ് കേട്ടോ. അപ്പൊ അവർ ആ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്തെടുത്ത വീഡിയോ ആണിത്. കമ്പയറിന് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഹൈലൈറ്റ് മാളിൽ. അതുപോലെ 31 അവിടെ സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് മാർക്കറ്റിലേക്ക് പോവാട്ടോ. അപ്പം അത് താഴെയാണ് കേട്ടോ ഉള്ളത്, താഴത്തെ ഫ്ലോറിലാണ് ഫ്രഷ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഏരിയ കവർ ചെയ്തിട്ടാണ് ഇവർ ഈ ഫ്രഷ് മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നോക്കി ഇഷ്ടം പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം പല രാജ്യങ്ങളിലെ സൗത്ത് ആഫ്രിക്ക, ഇറ്റലി, ചൈന, അങ്ങനെ ഇന്ത്യൻ, അപ്പം എല്ലാ രാജ്യങ്ങളിലെയും ഫ്രൂട്ട്സ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കിലോയ്ക്ക് 360 അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ്. അത് അതിന് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ട് അവർ ഈ ഒരു ഓരോ ഏരിയയും ചെയ്തേക്കുന്നത്. കൂടുതലും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രഷ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഇത് 169 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫൈറ്റർ മീനുകൾക്ക്. ഒരു ബോട്ടിലിന് ഫൈറ്റർ മീനുകൾ, പലതരത്തിലുള്ള ഫൈറ്റർ മീനുകളുണ്ട്. ഒരു ബോട്ടിലിന് 169 റുപ്പീസാണ്. അപ്പോൾ പല കളേഴ്സിൽ പല ഡിസൈൻസിലൊക്കെയുള്ള ഫൈറ്റർ മീനുകളെയാണ് അവർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ പിങ്ക് ഒരെണ്ണം എടുത്തു കേട്ടോ, പക്ഷേ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ മാറ്റണം, അക്വേറിയത്തിൽ കൊണ്ടിടുക, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ. കാരണം ഈ ഒരു റേറ്റിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് രസമുണ്ട് കാണാനായിട്ട്. ഞാനിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് പരതി നോക്കി നടക്കുന്നുണ്ട്, എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ അവൾ ആ വൈറ്റമിൻ്റെ ഒരെണ്ണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരെണ്ണം എടുത്ത് അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഡിപ്പാർട്ട്മെന്റ് പോലെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ. അപ്പോൾ കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ വേറെ, പിന്നെ ഓരോന്നിനും ഓരോ സെക്ഷൻ വൈസ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനി വരാനിരിക്കുന്ന പ്രീമിയം ലെവലിലുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിമിംഗ് സെക്ഷൻസ് ആണ്. അപ്പൊ അതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ. ഞങ്ങള് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.